എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള മറ്റൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ ജീവിതത്തിന്റെ എന്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ എന്തൊരു സന്തോഷം തന്നെ. ആ മുഖത്തൊക്കെ വിടർന്നു വരുന്ന പുഞ്ചിരി കാണുമ്പോൾ ഞാൻ ചിരിക്കാതിരിക്കാൻ പറ്റുമെന്നറിയില്ല. എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റില്ല. അത്രയും മനോഹരമായ ചിരികൾ. പ്രമീളയൊക്കെ ചിരിക്കുക ആദ്യകാലത്ത് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ചിരി എവിടെയോ ഉണ്ട്, തപ്പി നോക്കേണ്ടി വരും. ഈ മുഖത്ത് എവിടെയെങ്കിലും ചിരിയുടെ പ്രസാദം ഉണ്ടോ എന്ന്. ഇപ്പൊ അവിടെ നിന്ന് തുടങ്ങുമ്പോൾ തന്നെ ചിരിയാണ്. മനോഹരമായിരിക്കുന്നു. എല്ലാവരും ജീവിതത്തിൽ അങ്ങനെയുള്ള മാറ്റം വരുന്നു എന്ന് കരുതുമ്പോൾ പത്മിനി ശിവൻ ആരെയൊക്കെ കൂടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നു ക്ലാസ്സിൽ. ആരൊക്കെ എന്തായാലും സന്തോഷം. അങ്ങനെ ഓരോ ആളെ നിങ്ങളൊക്കെ കാണുമ്പോൾ വളരെ 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 സന്തോഷം. അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് കണ്ടുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്ന് നന്ദി നന്ദി നന്ദി. നമ്മൾ ഇവിടെ ഈ ക്ലാസ്സുകൾ എപ്പോൾ സംഘടിപ്പിക്കുന്നതും എപ്പോൾ സംസാരിക്കാൻ തുടങ്ങുന്നതും മനസ്സിൽ ഒറ്റ ലക്ഷ്യം മാത്രം സെറ്റ് ചെയ്തുകൊണ്ടാണ്. ഞാൻ എന്നും ക്ലാസ് എടുക്കാൻ, ഈ ക്ലാസ് തുടങ്ങാൻ വരുന്നതിന് തൊട്ട് മുമ്പെയാണ് ഞാൻ എൻ്റെ പ്രാർത്ഥന സന്ധ്യാനാമം ചൊല്ലിയിട്ട് വരുന്നത്. ആ സന്ധ്യാനാമം ചൊല്ലി നേരെ വന്ന് ഞാൻ ഈ ചെയറിലിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ സൂം ഓപ്പൺ ചെയ്യുക. ആ ചൊല്ലിക്കഴിഞ്ഞ് അവിടെ ഗുരുവിനെ വന്ദിച്ചതിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് ഓൺ ചെയ്ത് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം വരുന്ന പ്രാർത്ഥന, എൻ്റെ നാവിൽ നിന്ന് വരുന്ന ഈ വചനങ്ങൾ അല്ലെങ്കിൽ ഈ വാക്കുകൾ എത്ര പേരുടെ ജീവിതത്തിലേക്ക്, അനേകം ജനങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമുള്ള മാറ്റങ്ങൾ വരുത്തണമേ, അവർക്ക് നന്മ നൽകണമേ, അതിനുള്ള വാക്കുകൾ മാത്രം എന്നിൽ നിന്നുണ്ടാവണേ എന്നുള്ള എളിയ പ്രാർത്ഥന മാത്രമാണ്. കാരണം ഞാൻ ഇവിടെ എല്ലാ ദിവസവും വൈകുന്നേരം എടുക്കുന്ന ക്ലാസ്സിൽ വളരെ വിശദമായിട്ടുള്ള ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് വന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അതുകൊണ്ട് മനുഷ്യ സഹജമായ എല്ലാ വാസനകളും ഉള്ള ഒരു വ്യക്തിയായി നിൽക്കുമ്പോഴും ഒരു നിമിഷം ഞാൻ പറയുന്ന വാക്കുകൾ മറ്റുള്ളവർക്കൊരു പ്രചോദനമായി മാറുകയും അവരുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു സ്പാർക്കുകൾ വരുത്തിക്കൊണ്ട് അവരുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും അവർക്ക് മറ്റുള്ളവരിലേക്കും നന്മ പകരാൻ ഞാനൊരു കാരണമായി മാറിയാൽ അത് തന്നെയാണ് എൻ്റെ ജന്മപുണ്യം എന്ന് മാത്രമേ വിശ്വസിക്കുന്നു. അത് മാത്രമാണ് എൻ്റെ എന്താ കർത്തവ്യ ലക്ഷ്യമെന്നും ധർമ്മമെന്നും മാത്രം വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും സന്തോഷത്തിലേക്കുള്ള യാത്ര സുഖകരമായി നിങ്ങൾക്ക് നടത്താൻ സാധിക്കട്ടെ. അതിന് ജഗദീശ്വരന്റെ എല്ലാ കടാക്ഷവും നിങ്ങൾക്ക്, ആ ജഗത് ഗുരുവിന്റെ അല്ലെങ്കിൽ ഏതാണോ നമ്മൾ വിളിക്കുന്നത് അള്ളാഹുവിന്റെ അല്ലെങ്കിൽ എന്താ പറയാ മാതാവിന്റെ, ജീസസിന്റെ, എങ്ങനെ വിളിച്ചാലും, ഏത് ഭാഷയിൽ, ഏത് നാമത്തിൽ, ഏത് സംസ്കാരത്തിൽ വിളിച്ചാലും എല്ലാം ഒന്ന് തന്നെ എന്ന് വിശ്വസിക്കും. അതിലുള്ള എല്ലാ കടാക്ഷവും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഓരോ ദിവസവും നമ്മൾ വ്യത്യസ്തമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട 5 കാര്യങ്ങളെ വീണ്ടും 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 ഞാൻ ഉയർത്തി പറയുന്നു. 5 കാര്യങ്ങൾ നിങ്ങൾ ബാലൻസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ സന്തോഷം നിലനിർത്താൻ സാധിക്കുകയില്ല. അതിൽ കൂടുതലൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ സന്തോഷം, എനിക്കതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ മിനിമം ഈ 5 കാര്യങ്ങൾ ഉണ്ടാവണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ആദ്യത്തെ ക്യാപ്സൂൾ എടുക്കാം. ക്യാപ്സൂൾ നിങ്ങൾ മുമ്പേ എടുത്ത് കഴിക്കണം. ഞാൻ പറയാതെ പോവില്ല. കാരണം അത് കഴിച്ചാൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറയാനുള്ള ഇത് വരുള്ളൂ. അപ്പൊ അതിനു മുമ്പ്, ക്യാപ്സൂൾ കഴിക്കുന്നതിന് മുമ്പ് വെള്ളവും മറ്റ് സാധനങ്ങളൊക്കെ റെഡിയാക്കിയതാണ് ഈ ആദ്യത്തെ സംസാരം. അത് കഴിഞ്ഞ് ഞാനത് കഴിപ്പിച്ചിട്ട് മാത്രമേ മുന്നോട്ട് പോവുള്ളൂ. അപ്പൊ ഇതിന്റെ വലിയ ക്യാപ്സൂള്, കുറച്ച് മിഠായി പോലുള്ള ക്യാപ്സൂൾ വേണമെങ്കിൽ തൃശ്ശൂർ ഞാൻ നേരിട്ട് നിങ്ങളുടെ നാവിലേക്ക് വെച്ച് തരുന്നുണ്ട്. തൃശ്ശൂരിലേക്ക് വരുന്നവർ ആ നാവിലേക്ക് നേരിട്ട് കണ്ട്, റോഷനിയൊക്കെ ഒരു രക്ഷയില്ല, ഇസ്രയേലിലായതുകൊണ്ട് നാവിലേക്ക് അത് കിട്ടാനുള്ള യോഗം ഇനിയും സമയം എടുക്കേണ്ടി വരും എന്ന് മാത്രമാണ്. തൃശ്ശൂർ വന്നിട്ട് നേരിട്ട് നമുക്ക് ഇതുപോലുള്ള, ഞാൻ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ പെട്ടെന്ന് നിങ്ങളുടെ സെറട്ടോൺ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം നിങ്ങൾക്ക് അന്ന് തൃശ്ശൂർ കൊണ്ടുതരുന്നത്. ഓരോ ആളുടെയും നാവിലേക്ക് എഴുതി വെക്കുന്ന പോലെ ഈ കുമാർ സാറും സിബി സാറിന്റെ ഒക്കെ പരിപാടി അങ്ങനെയാണ്. അവർ പല പ്ലാനുകളും ചെയ്തു തരുന്നുണ്ട്. അതിന്റെ ഇടയിൽ നിങ്ങൾ അന്നേരം ബൂസ്റ്റപ്പ് ഉണ്ടാക്കുന്ന സാധനം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കും. നിങ്ങളല്ല ഹോട്ടലിൽ, ഞാൻ പ്രത്യേക ഒരു ഹോട്ടലിലാണ് പറഞ്ഞത്, നിങ്ങൾ ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ്ട, കാരണം ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ സമയമില്ല അവിടെ. ഞങ്ങൾ
പ്രോഗ്രാം വേണ്ടി വന്നതാണ്, ഭക്ഷണം കഴിക്കാന്നില്ല. അപ്പോൾ വീണ്ടും അയാൾ ചോദിച്ചു, സാറേ ഭക്ഷണം വേണ്ടേ? നമ്മൾ ഭക്ഷണം വേണ്ട, ഞങ്ങൾ ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാതെ പരിപാടിയാണ്. കേട്ടോ, ഭക്ഷണം കേട്ടോ. ഇനിയിപ്പോ അത് കേട്ടിട്ട് ആരെങ്കിലും നാളെ പറയണ്ട, സാറേ ഉച്ചക്ക് ഭക്ഷണം തരാൻ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞു, എല്ലാ ക്ലാസ്സിലും നമ്മൾ ഭക്ഷണം കഴിക്കാൻ അവസാനം ലേറ്റ് ആയി പോകുന്നതുകൊണ്ട് അങ്ങനെ വെറുതെ പറഞ്ഞത്. അതുകൊണ്ട് ആരും പറയരുത് നാളെ കേട്ടിട്ട് ഭക്ഷണം ഇല്ലേ എന്ന് പറഞ്ഞിട്ട് അഡ്മിൻ വിളിക്കുന്ന ഭക്ഷണമൊക്കെ ഉണ്ട്. അപ്പോ നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ഐഡിയാസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ക്യാപ്സൂൾ കഴിക്കാൻ വളരെ ലേറ്റ് എന്താ ആൾക്കാർ സന്ധി ഇത്രയും ആൾക്കാരല്ല ക്യാപ്സൂൾ കഴിക്കുന്നില്ലല്ലോ, പെട്ടെന്ന് ആയിക്കോട്ടെ എന്നിട്ട് നമുക്ക് ഇന്ന് പെട്ടെന്ന് ക്ലാസ് തീർത്തിട്ട് ഇന്നും വേറെ പരിപാടിയുണ്ട്. ഓക്കെ, ശരി. അപ്പോ സന്തോഷത്തോടുകൂടി തയ്യാറായി നിൽക്കുക. കാരണം ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാനായിട്ട്, നിങ്ങൾ ജീവിതത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് 5 കാര്യങ്ങളെ പറ്റി ഒന്നുകൂടി 5 കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഹാപ്പിനെസ് മാസ്റ്ററിയുടെ അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ പാകപ്പെടുത്തിയെടുക്കണം എന്നുള്ള പൂർണ്ണ ഉത്തരവാദിത്യം നമുക്ക് മാത്രമാണെന്ന് ഓർക്കുമ്പോൾ ആരോഗ്യകരമായും ശാരീരികമായും മാനസികമായുള്ള ആരോഗ്യത്തിനും ബന്ധങ്ങളും ഉണ്ടാക്കുന്നതും ബന്ധങ്ങളെ കളയുന്നതും സമ്പത്ത് സമ്പത്ത് കളയുന്നതും ആരോഗ്യം നിലനിർത്തുന്നതും ആരോഗ്യം നശിപ്പിക്കുന്നതും നമ്മൾ തന്നെയാണ് എന്നുള്ള ബോധം നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ തന്നെയാണ് പൂർണ്ണ വയ്യ എങ്കിൽ അത് മറ്റു കാരണങ്ങൾ കൊണ്ടാണ്. ആരോഗ്യമുണ്ടാവുന്ന സമയത്ത് എനിക്ക് ആരോഗ്യമുണ്ടെന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുന്ന ജീവിതവും ജീവിച്ചിട്ട് അവസാനം വയ്യാതെ സമയത്ത് മാത്രം ഇല്ലാത്ത കാശും കടം മേടിച്ചുകൊണ്ട് ഈ ഹോസ്പിറ്റലിൽ കൊടുത്ത് ബില്ല് കൊടുത്ത് ജീവിതം താറുമാറാക്കുന്നവരോട് ഒറ്റ അഭ്യർത്ഥനയുള്ളൂ, വൈകിയിട്ടില്ല, ഇനിയും സമയമുണ്ട്. 60 സമയമുണ്ട്, നിങ്ങളുടെ ആരോഗ്യം തിരിച്ചു കൊണ്ടുവരാൻ സമയമുണ്ട്. 65 സമയമുണ്ട്. 40 വൈകിയിട്ടില്ല. എപ്പോഴും നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ട ചില കാര്യങ്ങൾ പാലിക്കാത്തത് കൊണ്ട് മാത്രമാണ് ആരോഗ്യം വിഷമാകുന്നത്. 50, 60, 80, 75, 80 വയസ്സായ ആൾക്ക് പൂർണ്ണ ആരോഗ്യത്തിൽ നിൽക്കുന്ന എത്ര പേരുണ്ട്? അപ്പൊ ആരോഗ്യത്തിന് ബന്ധങ്ങളെ പറ്റി ഞാൻ ഇപ്പൊ പരാമർശിക്കുന്നേ ഇല്ല, അത് മറ്റൊരു രൂപത്തിൽ. ആരോഗ്യം, നമുക്ക് ഏറ്റവും കൂടുതൽ ആരോഗ്യ വിഷയങ്ങൾ വരുന്ന ആൾക്കാർ എന്തുകൊണ്ട് വരുന്നു എന്നതിനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കണം. ജീവിതശൈലി രോഗങ്ങളുടെ അപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട രോഗങ്ങളൊന്നും ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ്. ജീവിതശൈലി രോഗങ്ങളാണ് ഏറ്റവും കൂടുതൽ. എന്തുകൊണ്ട് ജീവിതശൈലി രോഗങ്ങളുണ്ട്? നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോ സമയം കിട്ടി, ഈ ഈവനിങ് സമയത്ത് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാകുമ്പോൾ ആ റോഷ്നി ഇസ്രയേലിൽ കിടന്നിട്ട് പാർക്കിലെ കൂടി ഓടിച്ചാടി നടക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒരു ഉദ്ദേശം അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. ആ ഉദ്ദേശം നിങ്ങൾക്ക് എത്ര പേർക്കുണ്ട്? ഇന്ന് ഞാൻ ഒരാളോട് ചോദിച്ചു, ആ സുഖമില്ല, ഭയങ്കര വിഷയമായി വന്ന ഒരാളോട് ചോദിച്ചു, നിങ്ങൾ എത്ര മണിക്കൂർ എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ 3 വർഷം മുമ്പ് 1 മാസം കണ്ടിന്യൂസ് ചെയ്തിരുന്നു, അപ്പോൾ എനിക്കുള്ള അസുഖം കുറച്ച് കുറഞ്ഞു സാറേ. എന്നിട്ട് അതിനുശേഷം ഞാൻ നിർത്തി. ഇപ്പൊ വീണ്ടും അസുഖമുണ്ട്. അപ്പൊ എന്തെയാ എക്സസൈസ് നിർത്തിയത്? അത് മടിയായി. എല്ലാവർക്കും ഇല്ലേ ഈ മടി? നമ്മൾ മടിച്ചിരുന്നാൽ മറ്റൊരാള് നമ്മളിൽ കയറി നിരങ്ങും. ഞാൻ തമാശ രൂപേണ പറഞ്ഞതല്ല. പൊതുവേ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ എന്റെ മുമ്പിലിരിക്കുന്ന സ്ത്രീ ജനങ്ങളാണ്, അല്ലെ? സ്ത്രീ സഹോദരന്മാരാണ്. എന്റെ വീട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും വരും. എത്ര മണിക്കൂർ നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ തയ്യാറാണ്? എന്തുകൊണ്ട് ഇതിപ്പോ ഇതിനെ പറ്റിയല്ല വിഷയം. ഇന്ന് പറയാൻ പോകുന്നത് അതിനെ പറ്റിയുള്ള ആരോഗ്യത്തെ പറ്റി തന്നെ ആയതുകൊണ്ടാണ് ഇത്രയും പറയുന്നത്. നോക്കൂ, ഏതൊരു ശരീരവും ഏതൊരു വസ്തുവും ഒരേ സ്ഥലത്ത് കുറെ ദിവസം വെച്ചാൽ എന്ത് സംഭവിക്കും? ഒരേ സ്ഥലത്ത് കുറച്ച് ദിവസം വെച്ചാൽ അവിടെ പുഴു ഇരിക്കും എന്ന് പറയില്ല, അല്ലെ? ഞാൻ വെറുതെ ലളിതമായി പറഞ്ഞതേ ഉള്ളൂ, അങ്ങനെയൊന്നും പറയുന്നില്ല. നോക്കൂ, ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. നമുക്ക് തോന്നുന്നുണ്ടാവോ, ഞാൻ വീട്ടിലെ പണി എടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ആരോഗ്യം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടാവാം. അത് അല്ലെങ്കിൽ മറ്റു ജോലിക്ക് പോകുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ 1 മണിക്കൂർ നടക്കും ജോലി. എനിക്ക് ചിലവർ പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ്സിന്റെ അടുത്ത് വരെ നടക്കുന്നുണ്ട് സാറേ, തിരിച്ച് ബസ്സിന് ഇങ്ങോട്ടും ഓടുന്നുണ്ട്, ബസ്സിൽ നിന്നിട്ടാണ് പോകുന്നത്, അതുകൊണ്ട് എനിക്ക് എക്സസൈസിന് കുറവില്ല, കാലിന് നല്ല എക്സസൈസും കുഴപ്പമുണ്ട്. ഇതൊന്നും അല്ല എക്സസൈസ്.
അല്ലെങ്കിൽ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ ഇത് പറ്റില്ല. അതിനെപ്പറ്റി ഞാൻ പലപ്പോഴും ഡീപ്പായിട്ട് ഞാൻ അഡ്മിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, പലപ്പോഴും സംസാരിച്ച കാര്യമായിരുന്നു, എങ്ങനെ നമുക്ക് ഇവിടെ ഒരു ഹെൽത്ത് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ മെഡിറ്റേഷൻ ചെയ്യുന്ന പോലെ ഹെൽത്ത് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അതിന്റെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടാണ്. ഒന്ന് ലിമിറ്റേഷൻ ആണ്, രണ്ടാമത്തേത് ആരും വരില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ സത്യം. എന്താണെന്നറിയോ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ശരീരം അനക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേരോട് റെഡി ആവും ഒന്ന് പറഞ്ഞേ. ഒന്ന് ഒരു അരമണിക്കൂർ ചാടാനും ഓടാനും നിങ്ങൾ എത്ര പേര് ഇവിടെ റെഡി കിട്ടും? ഞാനൊന്ന് നോക്കട്ടെ. ഈ പറയുന്നതില് ഇവിടെ പറയുന്ന കാണും ഇപ്പൊ റെഡിയാവും, പക്ഷെ 10 ദിവസം കഴിയുമ്പോൾ നിർത്തും. ഇല്ലെങ്കിൽ ഇപ്പൊ ചലഞ്ച് എടുക്കും, നമ്മൾ ക്ലാസ് തുടങ്ങും, ഹെൽത്തിന്റെ ക്ലാസ് തുടങ്ങും, റെഡിയാണെന്ന് പറയാൻ എല്ലാവരും പേര് ഞാൻ എഴുതി വെക്കും. 10 ദിവസം ചെയ്യും, 11ാമത്തെ ദിവസം ആ വഴിക്കുണ്ടാവില്ല. വിളിക്കുമ്പോൾ ഒരു പനി അടിച്ചു, അല്ലെങ്കിൽ ഭർത്താവ് നേരത്തെ എഴുന്നേറ്റു, ഭാര്യ ഇന്ന് നേരത്തെ പോകണമെന്ന് പറഞ്ഞു, സാറേ ഇന്നലെ ഉറങ്ങാൻ ലേറ്റ് ആയി പോയി. 90% ആൾക്കാർ പറയും. ഞാൻ ഇന്ന് ഇത് സത്യസന്ധം, ഞാൻ വളരെ റിക്വസ്റ്റിംഗ് ആണ്. റിക്വസ്റ്റിംഗ് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളോടും അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുന്നവരോടും ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ്. എക്സസൈസ് ചെയ്യാതെ നിങ്ങൾ ശരീരത്തെ ശരീരം നന്നാവണമെന്ന് വിചാരിച്ചാൽ പോസിബിൾ അല്ല. അങ്ങനെ ഒരു സിസ്റ്റം ഈ ലോകത്തില്ല. ശരീരത്തിന് വ്യായാമം ആവശ്യമാണ്. അത് ചെയ്യാതിരുന്നാൽ സകല രോഗങ്ങളും അതിനകത്തുണ്ടാവും. നിങ്ങൾ എത്ര മരുന്ന് കഴിച്ചാലോ മാറില്ല. കാരണം രക്തയോട്ടം നടക്കാതെ. ഇന്ന് ഒരാൾ എന്നോട് പറഞ്ഞാണ്, സാറ് മെഡിറ്റേഷൻ ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ കുറേ കാലങ്ങളായിട്ടുള്ള വേദന മുഴുവൻ പോയി. ഇപ്പൊ കയ്യിൽ തരിപ്പ് വേദനയില്ല. എനിക്ക് വിഷയമുണ്ടായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ ഒറ്റ ഒരു റെമഡിയിലാണ് എനിക്ക് മാറിയത് അവർ പറഞ്ഞു. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ പറഞ്ഞു, നിങ്ങൾ ശരീരത്തിൽ എവിടെയെങ്കിലും ഭാഗത്ത് വേദന ഉണ്ടെങ്കിൽ ശ്വാസോച്ഛ്വാസം ആ ഭാഗത്തേക്ക് കൊണ്ടുപോയി ഒന്ന് തഴുകിയിട്ട്, ആ ഭാഗത്തെ തഴുകിയിട്ട് വീണ്ടും നിശ്വാസമായി പുറത്തു വിടൂ, അവിടെയുള്ള എല്ലാ വേദനയും മാറിപ്പോകുമെന്ന് പറഞ്ഞു. 4-5 ദിവസം നിത്യമായി ഇത് പ്രാക്ടീസ് ചെയ്തു. അതിനുശേഷം ആ വേദനയില്ല. ഇത് ഇന്റേണൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. പക്ഷെ മസിൽസുകൾക്ക് എപ്പോഴും വ്യായാമം വേണം. അത് ഉണ്ടായാൽ മാത്രമേ മസിൽസ് നന്നായിട്ട് വർക്ക് ചെയ്യുള്ളൂ. വെൽനസ് കോച്ച് ചെയ്യുന്ന വളരെ കൂടുതലാണ്. വെൽനസ് കോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായി തന്നെ ചെയ്യുക. വെയിറ്റ് ഗുഡ്. അപ്പോൾ സന്തോഷത്തോടു കൂടി നിങ്ങൾ എക്സസൈസ്, ഞാൻ പറഞ്ഞ റിക്വസ്റ്റ് അഗെയിൻ ഐ എം റിക്വസ്റ്റിംഗ് യു, എക്സസൈസ് ചെയ്യുക. അത് നമ്മളെടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക്, നിങ്ങൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്ന, നമുക്ക് തന്നെ ഒരു ക്ലബ്ബ് തുടങ്ങാം, എക്സസൈസ് ചെയ്യാം. ക്യാമറ ഓഫ് ചെയ്തിട്ടോ ക്യാമറ ഓൺ ചെയ്തിട്ടോ ലേഡീസ് മാത്രം എന്തെങ്കിലും ചെയ്തോളൂ. ഞാൻ വരുന്നില്ല. ഞാൻ എന്തായാലും രാവിലെ ജിമ്മിൽ പോകുന്നതാണ്. ഞാൻ നിങ്ങൾ ക്ലാസ് എടുക്കാൻ എനിക്ക് ജിമ്മിൽ പോകണം. ഞാൻ രാവിലെ ജിമ്മിൽ പോയിട്ട് മസിൽ വെക്കാനല്ല, എനിക്ക് കുറച്ച് എക്സസൈസിന് വേണ്ടിയിട്ട് ജിമ്മിൽ പോകുന്നുണ്ട്. ആ സമയത്ത് ഞാൻ വേറെ ഒരു പരിപാടിയും ചെയ്യില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അഡ്മിനോട് പറഞ്ഞോളൂ, നമുക്ക് ക്ലബ്ബ് ഉണ്ടാക്കാം, നമുക്ക് നിങ്ങൾ വെറുതെ സുംബ ഡാൻസോ എന്തെങ്കിലും ശരീരം ഒന്ന് അനങ്ങിയാൽ മാത്രം മതി എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ കാര്യം. ഓക്കെ, ഒരു ഗസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു, നമ്മൾ റോഷ്നിയുടെ സിസ്റ്റർ, റിട്ടയർഡ് ആയ അജിത. ഓക്കെ, നമുക്ക് ഇതിന്റെ ലാസ്റ്റ് സംസാരിക്കാം കേട്ടോ. ഓക്കെ, അപ്പോ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്തോളൂ. ഞാൻ ധൈര്യം ഫുള്ളി പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കാരണം ഹെൽത്ത് ക്ലബ്ബ് വളരെ നിർബന്ധമാണ്. ഹെൽത്തി കോൺഷ്യസ് ആയവർക്ക് മാത്രമേ ലൈഫിൽ ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ കോൺസെപ്റ്റ് ആണ്. ഡോപ്പമിൻ സെറട്ടോൺസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ബോഡിയിൽ രക്ത ഓട്ടം വളരെ കൃത്യമായി നടന്നിരിക്കണം. നടന്നപ്പോൾ മാത്രമാണ്. ഞാനിപ്പോ ഒരാൾ ഉദാഹരണം എടുത്ത് വെച്ചാൽ, ഇവിടെ പ്രമീള ആദ്യം വന്നപ്പോൾ ഒന്നുമില്ല, മെഡിറ്റേഷൻ ചെയ്ത് ഇങ്ങനെ ചെയ്ത് മൈൻഡിലേക്ക് വന്നപ്പോൾ പ്രമീളക്ക് മാറ്റം, മുഖത്തൊക്കെ ചിരി വന്നു. മിനിയാന്ന് ഞാൻ അങ്ങനെ ഓരോ ആളെയും ഉദാഹരണം പറഞ്ഞു. ഞാൻ ആദ്യം വരുന്നവർ ശ്രദ്ധിച്ചു വെക്കുന്നുണ്ട്, പിന്നെ മാറ്റം വരുന്നവരെയും നമ്മൾ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഓരോ ആളുടെയും വരുന്ന മാറ്റം നമുക്കറിയാം. എക്സസൈസ് ചെയ്തിട്ടുണ്ടാകുന്ന മാറ്റങ്ങളും മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടാകുന്ന മാറ്റങ്ങളും ഇത് ചെയ്യാതിരിക്കുന്ന ആൾക്കാരിൽ ഉണ്ടാവാത്ത മാറ്റവും പറഞ്ഞു തരാം. അതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായി ആഗ്രഹത്തോടെ പറയാം, സംസാരിക്കാം. യെസ്, സുംബ ഡാൻസ് നമ്മൾ ഡോക്ടർ ഹൃഷിക, അപ്കമിങ് ഡോക്ടർ ഹൃഷിക പറഞ്ഞു, സുംബ ഡാൻസ് എക്സസൈസ് നമ്മളെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. വെരി ഗുഡ്. ഷീ ഈസ് വെരി 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 ടാലന്റഡ്. കമ്മിങ്, എന്താ പറയാ, വരാനിരിക്കുന്ന വലിയ പ്രോമിസ് ആണ് നമുക്ക്. താങ്ക് യു ഡിയർ. അപ്പോ ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന വിഷയം ആരോഗ്യം കൃത്യമായി നിലനിർത്താൻ. ഞാൻ രത്നകുമാരിയോട് പറഞ്ഞു ഓടണം ചാടണം എന്നൊക്കെ പറഞ്ഞു അല്ലേ, എക്സസൈസ് ചെയ്യാത്തുണ്ട്. ഇപ്പൊ കണ്ടപ്പോൾ ഓർമ്മ വന്നു.
അപ്പോൾ ആരോഗ്യം നിലനിർത്താനായിട്ട് നിങ്ങൾക്ക് ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ട അഫ്രിമേഷൻസ് ആണെന്ന് ഞാൻ പറയുന്നത്. കാരണം ആരോഗ്യം ചെയ്യാനായിട്ട് നമുക്ക് ചിലവർക്ക് എന്താ പറയാ, മനസ്സ് വരുന്നില്ല എങ്കിൽ നിങ്ങൾ അഫ്രിമേഷൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാനസികമായി അതിന് തയ്യാറാവണം. അത്തരം അഫ്രിമേഷൻസ് മാത്രമാണ്, 5 അഫ്രിമേഷൻസ് ആണ് ഇവിടെ പഠിപ്പിക്കുന്നത്, പവർഫുൾ ആയിട്ടുള്ള. ഇത് നിത്യവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് പറയും, എനിക്ക് ആരോഗ്യമുണ്ട്, ഞാനത് കൂട്ടണം, എക്സസൈസ് എനിക്ക് വേണം. ഇപ്പൊ എക്സസൈസ് വേണ്ടാഞ്ഞിട്ടല്ലല്ലോ നിങ്ങൾ ചെയ്യാത്തല്ലേ, എന്തോ ഒരു സാധനം പിടിച്ച് നമ്മൾ തടസ്സപ്പെടുത്തുന്നുണ്ടല്ലേ, അല്ലേ? എന്തോ ഒരു സാധനം തടസ്സം. അപ്പോഴേക്കും എക്സസൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ റെഡിയാക്കി വെക്കും. സുധാകുമാരിയെ പറഞ്ഞ പോലെ എല്ലാം റെഡിയാക്കും. അപ്പോഴേക്കും ഓർമ്മ, അയ്യോ തേങ്ങ ചിരകാൻ മറന്നുപോയി. നേരെ എക്സസൈസ് അവിടെ വെച്ച് തേങ്ങ ചിരകാൻ പോകും. അപ്പോഴേക്ക് തേങ്ങ ചിരകി കഴിയുമ്പോൾ ഓർമ്മ, അയ്യോ അപ്പൊ തൊടിയിൽ ഒരു സാധനം എടുക്കാനുണ്ട്, അത് എടുക്കാൻ പോയി. അത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ക്ഷീണായി, പിന്നെ ഇന്നിപ്പോ നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കും. ഇതല്ലേ നമുക്ക് യഥാർത്ഥ സംഭവിക്കുന്നത്, നല്ല താല്പര്യമില്ലായിട്ടില്ല. അപ്പൊ അത്തരം കാര്യങ്ങളെ നമുക്ക് അഫ്രിമേഷൻസ് വഴി നമ്മുടെ ജീവിതത്തിന് ഭാഗമാക്കി മാറ്റാൻ പറ്റും. 100% ആയിട്ടും ഇപ്പോൾ ആരോഗ്യാവസ്ഥയിൽ വിഷമമുള്ളവർ അഫ്രിമേഷൻ ഉപയോഗിച്ചുകൊള്ളൂ. നിങ്ങൾക്ക് വലിയ മാറ്റം നാളെ മുതൽ ഉണ്ടായിരിക്കും. ടേക്ക് ഇറ്റ് ഫ്രം മീ. ഇത്രയും സിമ്പിൾ ആയിട്ട് അഫ്രിമേഷൻ പഠിപ്പിക്കാൻ കുറേ സമയം വേണ്ട. തൃശ്ശൂർ പ്രോഗ്രാമിനന്ന് നമുക്ക് അഫ്രിമേഷൻ 108 അഫ്രിമേഷൻസ്, 7 മേഖലകളിൽ 108 അഫ്രിമേഷൻസും അതിന്റെ ഉപയോഗവും അതിന്റെ ശാസ്ത്രീയമായ വിശകലനവും ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത് എന്നും വ്യക്തമായി പറയുന്ന നമ്മുടെ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. തൃശ്ശൂർ പ്രോഗ്രാമിൽ നിന്ന് അന്നോട്ട് കയ്യോടെ വാങ്ങിച്ചിട്ട് പോകാം. അന്ന് ഏതെങ്കിലും സെലിബ്രിറ്റി വന്നിട്ടാണ് പബ്ലിഷ് ചെയ്യുന്നതാണ് ഞാൻ കേട്ടത്. അങ്ങനെ ആയിട്ട് നിങ്ങൾ എല്ലാവരും മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവരും ഒരു ചാൻസ് തന്നിരിക്കുന്നു. അന്ന് ഏത് സെലിബ്രിറ്റി വന്നിട്ട് നമ്മുടെ പുസ്തകം പബ്ലിഷ് ചെയ്യണം. നമ്മുടെ പുസ്തകമാണ്, ഞാൻ എഴുതിയത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് ഈ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ പുസ്തകമല്ല, അത് നിങ്ങളുടെ പുസ്തകമാണ്. കാരണം നിങ്ങളൊക്കെ പഠിച്ച് നിങ്ങൾ ഇവിടെ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ എഴുതുന്നത്. ഈ പുസ്തകം തന്നെ ഇത് തന്നെ എഴുതി തീരുമ്പോൾ ചിലപ്പോൾ 10-15 പുസ്തകം ആണ്ടത് ഇപ്പോഴായി. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല, സ്മിതയൊക്കെ പറഞ്ഞില്ല, ഇപ്പൊ തന്നെ 3 പുസ്തകം അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അങ്ങനെ ഓരോ ആളും ഇപ്പോൾ എഴുതിയപ്പോൾ ഞാൻ എത്ര പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അത്തരം പുസ്തകങ്ങൾ നമുക്കൊന്നും, ചിലപ്പോൾ നിങ്ങളുടെ പുസ്തകം നമ്മൾ തൃശ്ശൂർ പ്രോഗ്രാമിൽ വെച്ച് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അന്ന് എല്ലാവരും അവിടെ ഉണ്ടാവുക. കയ്യോടെ കോപ്പി മേടിക്കുക. കയ്യോടെ, ചിലപ്പോൾ അതിൽ തന്നെ ലക്കി ഡ്രോ ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞേക്കാം. അപ്പൊ അതിലത്തെ ചിലപ്പോൾ പുസ്തകം ലക്കി കിട്ടിയെന്നവരും വേറൊരു സാധനം കൂടി കൊണ്ടുവരുന്നുണ്ട്, അത് ലക്കി ഡ്രോ കിട്ടിയെന്ന് വരാം. എന്തായാലും ശരി, ഓവർ ഇറ്റ് മേ ബി, നിങ്ങൾ ഒരു ആളെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഗ്രാൻഡ് പരിപാടിയായി മാറട്ടെ. അതിലോടുകൂടി നമ്മുടെ ഹാപ്പിനെസ് ക്ലബിൽ നിങ്ങൾ എല്ലാവരും ഭാഗവാക്കി മാറട്ടെ. ഭാഗവാക്കായി നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ട്. അപ്പൊ തൃശ്ശൂർ പ്രോഗ്രാം ബുക്ക് ചെയ്യാം. 14 ടിക്കറ്റ്, ഇനിയിപ്പോ 14 സീറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആരും ലേറ്റ് ആക്കി കഴിഞ്ഞാൽ അവസാനം എന്താണ്, വരാതിരുന്നാലോ നിങ്ങളുടെ, ബാക്കി മണിച്ചേട്ടൻ പാടിയ പാട്ട് എനിക്കറിയില്ല, പാടുന്നവര് പിന്നെ പാടിക്കോളും. നമ്മുടെ ഒരു നല്ല ഗായിക ഉണ്ടല്ലോ, ഇന്നലെ നമുക്കൊരു ഗായിക ഉണ്ടായിരുന്നു ഇവിടെ, അവര് നല്ലൊരു പാട്ടൊക്കെ യൂട്യൂബിൽ നിങ്ങൾ എല്ലാവരും കണ്ടിരുന്നല്ലോ അല്ലേ? അവരെ പാട്ടൊക്കെ കേൾക്കും. അതുപോലെ അവരും ചിലപ്പോൾ അവിടെ പാട്ട് പാടുന്നൊക്കെ തോന്നുന്നു. അവർ വരുമായിരിക്കും. ഞാൻ പറഞ്ഞിട്ടില്ല, അവരോട് ക്ഷണിക്കുന്നു. ഞാൻ ഇപ്പോഴേ അവരെ ഒഫീഷ്യലായി ക്ഷണിക്കുന്നു. വരിക, 2 പാട്ടൊക്കെ കവിതയൊക്കെ പാടുക, അല്ലെങ്കിൽ അതുപോലെ സമയം അനുസരിച്ച് നോക്കാം. രാവിലെ 8:30 മണി തൊട്ട് 4:30 മണി വരെ പ്രോഗ്രാമാണ്. ഇങ്ങനെ വന്ന് കൊതിപ്പിക്കല്ല, ഇങ്ങനെ തന്നെയാണ്. ഞാനും ത്രില്ലടിച്ചിരിക്കുകയാണ്. ആഹാ, എന്നിട്ട് വേണം എനിക്കൊരു സിനിമയിലൊക്കെ എൻട്രി ചെയ്യാന്നൊക്കെ കരുതി. ആരെങ്കിലൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ട് പറഞ്ഞ സിനിമയ്ക്കൊക്കെ ഞാൻ ഓക്കെ ശരി. അതിപ്പോഴും അപ്പൊ നമുക്ക് ആഫർമേഷനിലേക്ക് പോകാം അല്ലെ? റെഡി ആണല്ലോ? ഇതിങ്ങനെ കഥ ഇങ്ങനെ പറഞ്ഞു തന്ന കുറേ നേരം പോകും. ഓക്കെ, ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള 5 അഫർമേഷൻസ് നിത്യവും പ്രാക്ടീസ് ചെയ്യുക. റിക്വസ്റ്റിംഗ് നിങ്ങളോട് എല്ലാവരും, യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് എല്ലാവരും റിക്വസ്റ്റ് ആണ്, ഞാൻ എഴുതിയിടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് പറയുന്ന കേൾക്കുമ്പോൾ താഴെ ടൈപ്പ് ചെയ്തിട്ടോളുക. നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞവർ നാളെ യൂട്യൂബിൽ പോയിട്ടാണ് ടൈപ്പ് ചെയ്തിട്ടോളുക. അപ്പൊ മറ്റുള്ളവർക്ക് അത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ പോയിട്ട് അവിടെ എല്ലാവർക്കും കോപ്പി പേസ്റ്റ് ചെയ്യാൻ അപ്രായോഗികമായതുകൊണ്ട് നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം അല്ലെ? ഞാൻ നിങ്ങൾക്കൊന്ന് ചെയ്യുന്നു, നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ നമ്മളൊരു പരസ്പരം കണക്റ്റഡ് ആയി. അപ്പൊ അവർ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നു, അവർ മറ്റുള്ളവർക്കും ചെയ്തു കൊടുക്കുന്നു. അപ്പൊ അവസാനം വന്നിട്ട് അവരെല്ലാം കൂടി എൻ്റെ അടുത്ത് തന്നെ എത്തുന്നു. അപ്പൊ ഫുൾ സർക്കിൾ അവിടെ നടക്കും അല്ലെ? ഇത്രയുമാണ് സിമ്പിൾ. പ്രപഞ്ചം എന്താണ്? ഗോളാകൃതിയാണെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരാളെ സഹായിക്കും, അയാൾ മറ്റുള്ളവരെ സഹായിക്കുകയും അവർ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്തു കഴിയുമ്പോൾ ആ 4-ാമത്തെ 5-ാമത്തെ ആൾ നിങ്ങളെ വീണ്ടും മറ്റൊരു കാര്യത്തിൽ സഹായിക്കുമെന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള തത്വം.
ഇപ്പൊ എവിടെയെങ്കിലും കൊടുത്താൽ എവിടെ കിട്ടും? ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ആ സ്റ്റേറ്റിന്റെ കാര്യം പറയുന്നില്ല. കൊടുത്താൽ ഏത് സ്ഥലത്ത് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. അവരെല്ലാരും കൂടി എന്നെ ഓടിക്കാനല്ലേ. ഇല്ല, ഞാൻ എന്തായാലും എവിടെ പോകുന്നില്ല. കൊടുത്താൽ എവിടെ കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം. അവിടെയെങ്കിലും കിട്ടട്ടെ, നമുക്ക് തൃശ്ശൂരെങ്കിലും കിട്ടട്ടെ. സന്തോഷപൂർവ്വം. ഓക്കെ, റൈറ്റ്. അപ്പോൾ സന്തോഷപൂർവ്വം എഴുതിക്കൊള്ളുക. 5 അഫർമേഷൻസ് പറയുന്നു. വിട്ടോ വിട്ടോ, കൊല്ലം വിട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ല, കൊല്ലം പറഞ്ഞില്ല. ഇനിയിപ്പോ അത് ടൈപ്പ് ചെയ്തിലേക്ക് നമ്മൾ അഫർമേഷൻ പഠിക്കാൻ പറ്റാം. വരട്ടെ. എല്ലാവരും 5 അഫർമേഷൻസ് നിത്യവും നിങ്ങൾ എത്ര പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ ഞാനിപ്പോ തന്നെ പറഞ്ഞു പോകാം. ഈ 5 അഫർമേഷൻസ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്തോളൂ. എന്നിട്ട് ഒരു ദിവസം നിങ്ങൾ 11 തവണ റിപ്പീറ്റഡ് ആയി എഴുതുകയോ പറയുകയോ ചെയ്യുക. ഏത് സമയത്ത് എന്നൊന്നുമില്ല, നിങ്ങൾക്ക് പറ്റുന്ന സമയത്തൊക്കെ പറഞ്ഞുകൊള്ളുക. പറ്റുന്ന സമയത്തൊക്കെ നിങ്ങൾ പറഞ്ഞുകൊള്ളുക. ആരോഗ്യം എവിടെയാണോ നിങ്ങൾക്ക് വിഷയമുള്ളത്, ഇതിനു മുമ്പ് നമ്മളൊരു R5 സിറ്റുവേഷൻ എന്ന് പഠിച്ച പോലെ ഇതേ അഫർമേഷൻസ് നിങ്ങൾക്ക് നിത്യവും ജീവിതത്തിൽ പറഞ്ഞ് പ്രാവർത്തികമാക്കാൻ സാധിക്കണം. നിത്യജീവിതത്തിൽ പറഞ്ഞ് പ്രാവർത്തികമാക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ബാക്കിയുള്ള അഫർമേഷന്റെ ഗുണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തതാണ്. അതുകൊണ്ട് പറഞ്ഞ് അതിനുവേണ്ടി സമയം എടുക്കുന്നില്ല. അഫർമേഷൻ ബുക്ക് വേണ്ടവർ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തോളൂ. അഡ്മിനെ വിളിച്ച് പറഞ്ഞാൽ ഇപ്പോഴത് പ്രീ ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ തൃശ്ശൂർ വരുന്നവർ അവിടെ നേരിട്ട് വാങ്ങിച്ചോളൂ. അല്ലാത്തവർ പോസ്റ്റിൽ വേണമെങ്കിൽ 6-ാം തീയതിക്ക് ശേഷം. 6-ാം തീയതി ശേഷം ഞാൻ തരുള്ളൂ. അതിന് മുമ്പ് പുസ്തകം വരും, പക്ഷെ തരൂല കേട്ടോ. അതിന് മുമ്പ് ചോദിക്കരുത് കേട്ടോ, അത് ശരിയല്ല. ഓക്കെ, അപ്പോ എഴുതിക്കോളൂ. ഒന്നാമത്തെ അഫർമേഷൻ: എന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും ആരോഗ്യവും ശക്തിയും ഉജ്ജ്വലതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും ആരോഗ്യവും ശക്തിയും ഉജ്ജ്വലതയും കൊണ്ട്, അല്ലെങ്കിൽ ഊഷ്മളത എന്ന് പറയുന്നത്. ഓക്കെ, ഊഷ്മളത ഉപയോഗിച്ചു, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഊഷ്മളതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും ആരോഗ്യവും ശക്തിയും ഊഷ്മളതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വായിക്കാൻ പറ്റാതെ ഞാൻ ടൈപ്പ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് ഞാൻ ചെയ്തു തരുന്നത്. ഇന്നെന്താ വേണ്ടത് എനിക്ക്? ഇനി ഇത് പ്രാക്ടീസ് ചെയ്യുന്ന മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ എഴുതി പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തിരുന്നുണ്ട്. എന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും ആരോഗ്യവും ശക്തിയും ഊഷ്മളതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമല്ലോ. അത് ഫീൽ ചെയ്യണേ. നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ ആ മാറ്റം ഒന്ന് ഫീൽ ചെയ്തുകൊണ്ട് പറയണം. ഇതെങ്ങനെ പറയരുത്, എന്റെ ശരീരവും കോശങ്ങളും ആരോഗ്യം, ഇങ്ങനെ പറയരുത്. നല്ല ഊഷ്മളതയോടും ഊർജത്തോടും കൂടി ആരോഗ്യത്തെ കൂടി തന്നെ പറയണം. ഇല്ലാത്ത ആരോഗ്യം കുറച്ചൊക്കെ എടുത്തോളൂ. മറ്റൊന്നും നമുക്കറിയാലോ, അടുത്ത വീട്ടിൽ നിന്ന് കടം മേടിക്കാൻ അറിയാലോ, അല്ലെങ്കിൽ മറ്റൊരാൾ കടം മേടിക്കും. അതേപോലെ ആരോഗ്യം കുറച്ച് കടം മേടിച്ചോളൂ. പറഞ്ഞ് മോനോട് വിളിച്ച, മോനെ ഒരു 5 മിനിറ്റ് നിന്റെ ആരോഗ്യം എനിക്ക് കുറച്ച് എനിക്കിതൊന്ന് പ്രാക്ടീസ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളൂ. എങ്കിലെങ്കിലും ഒന്ന് ഊഷ്മളമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. എന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും ആരോഗ്യവും ശക്തിയും ഊഷ്മളതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് നല്ല ഫീലോട് കൂടി ഈ 11 തവണ റിപ്പീറ്റഡ് ആയി പറയും. ആരും റെഡി? എല്ലാം റെഡി അല്ലേ? ചെയ്യൂല നിങ്ങള്? ഒന്ന് ടൈപ്പ് ചെയ്ത റെഡിയാണെന്ന് പറഞ്ഞ് എല്ലാവരും ചെയ്യുമെന്ന്. വളരെ നല്ല ഫീലിംഗോട് പറയണം. അപ്പൊ അയ്യോ അതിന് എനിക്ക് വയറ് വേദനിക്കുന്നു, കാല് വേദനിക്കുന്നു, ഇതൊന്നും പറയണ്ട. നിങ്ങൾ റെഡി ആയിട്ട് പറഞ്ഞോളൂ. അതൊക്കെ അന്നേരം പൊക്കോളൂ. ഇതെല്ലാം നിങ്ങളുടെ എല്ലാ വേദനകളും പൊക്കോളൂ. ഇപ്പൊ വേണം ട്രൈ ചെയ്തോ. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു വേദന ഉണ്ടോ, നിങ്ങൾ ആ വേദന അവിടെ ഓർത്തിട്ട് ഇവിടെ എനിക്ക് വേദന ഉണ്ടെന്ന് ഓർത്തിട്ട് ഇതൊന്ന് പറഞ്ഞു നോക്കൂ. പമ്പ കടക്കുന്ന കാണാം വേദന. പമ്പ എന്ന് പറഞ്ഞാല് നമ്മളൊരു ഒഴുകത്തിൽ പറഞ്ഞതാട്ടോ. ഇനിയിപ്പോ ആ പമ്പയിലും പോയിട്ട് അവിടെ കടന്നു എന്ന് പറയല്ലേ. എന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും ആരോഗ്യവും ശക്തിയും ഊഷ്മളതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇറ്റ്സ് എ കൺഫോമിറ്റി ആണ്. അതായത് നിങ്ങൾക്ക് ശരീരത്തിൽ ആരോഗ്യമുണ്ട്, കോശങ്ങൾക്കെല്ലാം ശക്തിയുണ്ട്, അല്ലെങ്കിൽ ഊഷ്മളതയുണ്ട്, എല്ലാം നിറഞ്ഞിരിക്കുന്നതാണ്. ഞാൻ നല്ല കൺഫോമിറ്റിയാണ്. കൊടുത്തുകൊണ്ടേയിരിക്കുക. 21. നെക്സ്റ്റ്, ഇത് 21 തവണ ഓരോ ദിവസവും പറയുക. ഇതിൽ ഏത് വേണം ഉപയോഗിക്കാൻ, ഏത് ഉപയോഗിക്കണം എന്നൊന്നുമില്ല, ഏത് വേണം. അടുത്തത്, എന്റെ ജീവിതം എനിക്ക് ഓരോ ദിവസവും സന്തോഷവും, എന്റെ ജീവിതം എനിക്ക് ഓരോ ദിവസവും ഊഷ്മളതയുടെ മീനിങ് എന്താ? ഊഷ്മളത മീൻസ് എനർജറ്റിക്. ഊഷ്മളത മീൻസ് എനർജറ്റിക്. എന്റെ ജീവിതം എനിക്ക് ഓരോ ദിവസവും സന്തോഷവും നന്ദിയും ഉത്സാഹവും നിറഞ്ഞ അനുഭവങ്ങൾ നൽകുന്നു.
ಸುಜಿತೆ, ಕನ್ನಡದಲ್ಲಿ ಊಷ್ಮಳದಾಗ ಏನ್ ಹೇಳ್ತೀನಿ ನನಗೇನು ಗೊತ್ತಿಲ್ಲ. ಕನ್ನಡದಲ್ಲಿ ಊಷ್ಮಳದ ಅನ್ನೋದು ನನಗೆ ಗೊತ್ತಿಲ್ಲ ಸರಿಯಾಗಿ കന്നഡയിൽ. എന്റെ ജീവിതം എനിക്ക് ഓരോ ദിവസവും സന്തോഷവും നന്ദിയും ഉത്സാഹവും നിറഞ്ഞ അനുഭവങ്ങൾ നൽകുന്നു. എന്റെ ജീവിതം എനിക്ക് ഓരോ ദിവസവും സന്തോഷവും നന്ദിയും ഉത്സാഹവും നിറഞ്ഞ അനുഭവങ്ങൾ നൽകുന്നു. അപ്പൊ എന്താണ് നിങ്ങളുടെ ഇന്നത്തെ അനുഭവം? ജസ്റ്റ് പറഞ്ഞ് ഇന്നത്തെ നിങ്ങളുടെ അനുഭവം എന്താണ്? എന്തായിരിക്കും ഇന്നത്തെ എന്റെ അനുഭവം? എന്താണ് നിങ്ങളുടെ അനുഭവം? എന്റെ ജീവിതം എനിക്ക് ഓരോ ദിവസവും സന്തോഷവും നന്ദിയും ഉത്സാഹവും നിറഞ്ഞ അനുഭവങ്ങൾ നൽകുന്നു. അപ്പൊ ഏതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? ഇതിലേതെങ്കിലും ഒന്നിലായിരിക്കും അല്ലെ? അപ്പൊ ഇന്നത്തെ അനുഭവം എന്തായിരിക്കും? സന്തോഷം തന്നെ, അല്ലെങ്കിൽ ഉത്സാഹം തന്നെ. യെസ്, യെസ്, ഇങ്ങനെയാണ് ഇത് നമുക്ക് കൺഫേം ആയിട്ട് കൊടുക്കേണ്ടത്. പറയുമ്പോൾ ഇന്നത്തെ ജീവിതം ഇത് ഇങ്ങനെ പറയുമ്പോൾ വൈകുന്നേരം പറയും, ഇന്നത്തെ ദിവസം ഫുൾ ഹാപ്പി ആയിരുന്നല്ലോ, ഇന്ന് ഫുൾ ഹാപ്പി ആയിരുന്നു, ഇന്നത്തെ ദിവസം ഭയങ്കര ഉത്സാഹമായിരുന്നല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഓരോ നിമിഷവും ഉത്സാഹമാണ്. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക. നമ്മൾ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു വരുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കാം, ഇന്ന് ഭയങ്കര ഉത്സാഹമാണ് കേട്ടോ എന്ന്. എന്റെ ജീവിതം എനിക്ക് ഓരോ ദിവസവും സന്തോഷവും നന്ദിയും ഉത്സാഹവും നിറഞ്ഞ അനുഭവങ്ങൾ നൽകുന്നു. ഓക്കെ, ഇത് ഓരോ നിമിഷവും പറയുമ്പോൾ, ഒരു സമയത്ത് പറയുമ്പോൾ നമുക്ക് ഉത്സാഹം ഉണ്ടാവണം, നന്ദി ഉണ്ടാവണം. ആരോട്? എല്ലാവരോടും നന്ദി ഉണ്ടാവും. സർവ്വചരാചരങ്ങളോടും നന്ദി ഉണ്ടാവും. കാറ്റിനോടും വീട്ടിനോടും മഴയോടും വൃക്ഷത്തോടും എല്ലാത്തിനോടും നന്ദി ഉണ്ടാവണം. എവറിത്തിങ് യൂണിവേഴ്സ് ഇസ് കണക്റ്റഡ് ടു യു. ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് ഹയസ്റ്റ് ഫ്രീക്വൻസി വൈബ്രേഷൻ ആണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഒരിക്കലും മറക്കരുത്. എല്ലാത്തിനോടും ഗ്രാറ്റിറ്റ്യൂഡ് നൽകാം. എന്നെ അടുത്തത്, എന്റെ മനസ്സും ഹൃദയവും സമാധാനത്തോടെ നിറഞ്ഞിരിക്കുന്നു. എന്റെ മനസ്സും ഹൃദയവും സമാധാനത്തോടെ നിറഞ്ഞിരിക്കുന്നു. ഞാൻ എന്റെ ജീവിതയാത്രയെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. എന്റെ മനസ്സും ഹൃദയവും സമാധാനത്തോടെ നിറഞ്ഞിരിക്കുന്നു. ഞാൻ എന്റെ ജീവിതയാത്രയെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. ഇത് നിങ്ങൾ എല്ലാവരും ടൈപ്പ് ചെയ്യണേ. യൂട്യൂബ് വീഡിയോ കാണുന്നവർക്ക് സ്പേസ് ടൈപ്പ് ചെയ്യാൻ. ഇപ്പൊ ക്ലാസ്സിൽ ടൈപ്പ് ചെയ്യുന്ന നിങ്ങൾ എഴുതി വെക്കുന്ന പോലെ യൂട്യൂബ് വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യുക, എഴുതി വെക്കുക. പിന്നെ എല്ലാ സമയത്തും ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിച്ചെന്നില്ല നിങ്ങൾക്ക് അത്. പക്ഷെ ഞാൻ പറയും, നിങ്ങൾ എപ്പോഴൊക്കെ ആഗ്രഹമുണ്ട് അപ്പോഴൊക്കെ ഈ വീഡിയോ കണ്ടോളുക. അപ്പോഴേ എനിക്ക് വ്യൂസ് കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയും. പക്ഷെ നിങ്ങൾ എഴുതി വെച്ചോളൂ കേട്ടോ, അതായിരിക്കും ഏറ്റവും നല്ലത്. എല്ലാ സമയത്തും തപ്പിയെടുക്കാൻ പറ്റില്ലല്ലോ. എല്ലാ സമയത്തും നിങ്ങൾ തപ്പിയെടുക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, നിങ്ങൾ എപ്പോഴും ഇത് എന്നെ ഓർമ്മയുണ്ടാവും അല്ലെ, അയ്യോ സാറ് അത് ആരോഗ്യത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അപ്പൊ പേര് വെറുതെ യൂട്യൂബിൽ തപ്പും, അപ്പൊ എനിക്ക് വ്യൂസ് കൂടും. അതാണ് നല്ല കാര്യം. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അല്ലെ, എന്തായാലും എന്തെങ്കിലും പറയണ്ടേ. എന്റെ മനസ്സും ഹൃദയവും സമാധാനത്തോടെ നിറഞ്ഞിരിക്കുന്നു. ഞാൻ എന്റെ ജീവിതയാത്രയെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ യാത്രയുടെ അർത്ഥം എന്താണ്? ഇപ്പോ നിങ്ങളുടെ ജീവിതയാത്ര എന്ത് അവസ്ഥയിലാണുള്ളത്? എല്ലാവരും പറഞ്ഞു നോക്കിയേ. നമ്മുടെ ജീവിതയാത്ര ഇപ്പോൾ എന്ത് അവസ്ഥയിലാണുള്ളത്? സന്തോഷം, 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 ഹാപ്പി, 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 ഹാപ്പി. ഇതൊന്നും ഭാഗമാകാതെ കുറെ പേര് ഇവിടെ ഇരിക്കണ്ടേ, അവരെയാണ് വിളിക്കുന്നത്. ടൈപ്പ് ചെയ്യാൻ ചാൻസ് എന്തൊന്നും ബാധിക്കില്ല എന്ന് വെച്ചാൽ, നിങ്ങൾ കൈ ദൂരം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം ട്രിഗർ ആവില്ല. സന്തോഷം വേണമെങ്കിൽ ഇപ്പൊ ടൈപ്പ് ചെയ്തോ. സന്തോഷം വേണ്ടവർ മാത്രം ടൈപ്പ് ചെയ്യാം. ഓക്കെ, എന്റെ മനസ്സും ഹൃദയവും സമാധാനത്തോട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ എന്റെ ജീവിതയാത്രയെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. യെസ്, യെസ്, കൃത്യമായി. താങ്ക് യു ആൾ, താങ്ക് യു. ഇങ്ങനെ വേണം. ക്ലാസ് ആകുമ്പോൾ എല്ലാവരും എൻഗേജ് ആവണം. അതുപോലെ തന്നെ ഭംഗിയായിട്ട് പോകണം. ഓക്കെ, നെക്സ്റ്റ്. ഞാൻ ആരോഗ്യകരമായ ഭക്ഷണം, വ്യായാമം, പോസിറ്റീവ് ചിന്തകൾ മുഖാന്തിരം എന്റെ ശരീരം സംരക്ഷിക്കുന്നു. ഞാൻ ആരോഗ്യപരമായ ഭക്ഷണം, വ്യായാമം, പോസിറ്റീവ് ചിന്തകൾ
മുഖാന്തിരം എന്റെ ശരീരം സംരക്ഷിക്കുന്നു. ഞാൻ ആരോഗ്യപരമായ ഭക്ഷണം, വ്യായാമം, പോസിറ്റീവ് ചിന്തകൾ മുഖാന്തിരം എന്റെ ശരീരം സംരക്ഷിക്കുന്നു. ഞാൻ ആരോഗ്യപരമായ ഭക്ഷണം, ഇപ്പോഴെന്താ കഴിക്കുന്നത്? ആരോഗ്യപരമായ ഭക്ഷണം കഴിക്കുന്നു അല്ലേ? വ്യായാമം ചെയ്യുന്നു, പോസിറ്റീവ് ചിന്തകൾ നിറഞ്ഞിരിക്കുന്നു, ശരീരം സംരക്ഷിക്കുന്നു. അപ്പോൾ ഹാപ്പിനെസ് മാസ്റ്ററി ആയി. ഇവിടെ വരുമ്പോൾ ഇതെല്ലാം ഉണ്ട്. ബാക്കി നിങ്ങൾ ആലോചിക്കാം. ആരോഗ്യപരമായ ഭക്ഷണം, വ്യായാമം, പോസിറ്റീവ് ചിന്തകൾ മുഖാന്തിരം എന്റെ ശരീരം സംരക്ഷിക്കുന്നു. എനിക്ക് നിങ്ങൾ പോസിറ്റീവ് ചിന്തകൾ എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ആഗ്രഹമുണ്ട്, രാവിലെ ഒരു സുഭാഷിതം, നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള സുഭാഷിതം എഴുതിയിട്ടോ വോയിസ് ആയിട്ടോ അയക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സമയപരിമിതി ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്ത കേട്ടോ. ചെയ്യണമെന്നുണ്ട് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ടോക്ക്. എനിക്ക് ഓരോ ദിവസവും സന്തോഷവും നന്ദിയും ഉത്സാഹവും നിറഞ്ഞ അനുഭവങ്ങൾ ലഭിക്കുന്നു. എനിക്ക് ഓരോ ദിവസവും സന്തോഷവും നന്ദിയും ഉത്സാഹവും നിറഞ്ഞ അനുഭവങ്ങൾ ലഭിക്കുന്നു. എനിക്ക് ഓരോ ദിവസവും സന്തോഷവും നന്ദിയും ഉത്സാഹവും നിറഞ്ഞ അനുഭവങ്ങൾ ലഭിക്കുന്നു. അപ്പോ സന്തോഷത്തോടെ 5 അഫർമേഷൻസ് പറഞ്ഞു. ഈ 5 അഫർമേഷൻ നിത്യജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുക. ഓരോ ദിവസവും നിത്യമായി പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിത്യം എത്ര ദിവസം ഇത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റും അത്രയും തവണ ചെയ്യുക. പക്ഷെ ഒരു തവണ നിങ്ങൾ ചെയ്യുമ്പോൾ മിനിമം 11 തവണ പറയണം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് സെറ്റ് ആവും. ആവശ്യം വരുമ്പോൾ നിങ്ങളത് പറഞ്ഞോളുക. എപ്പോഴും ഉപയോഗിക്കുക. 4-മത്തെ ഞാൻ പറഞ്ഞു തന്നല്ലോ, ഷീല മാത്യു. 4 5 ടൈപ്പിംഗിലുണ്ടോ? ചാറ്റ് ബോക്സിലുണ്ട്. 5 ചാറ്റ് ബോക്സിലുണ്ട്, എടുത്തോളൂ കേട്ടോ. ഞാൻ ആരോഗ്യപരമായ ഭക്ഷണം, വ്യായാമം, പോസിറ്റീവ് ചിന്തകൾ മുഖാന്തരം എന്റെ ശരീരം സംരക്ഷിക്കുന്നു. ഇതാണ് 4-മത്തത്. റൈറ്റ്. അപ്പൊ എല്ലാവർക്കും ഒറ്റക്കാര്യങ്ങളെ പറ്റി, അഫർമേഷനെ പറ്റി കൂടുതൽ ഒന്നും സംസാരിക്കാനില്ല എനിക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എന്താണെന്ന് എല്ലാവർക്കും നിത്യക്കാരൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചുകൊള്ളുക, ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുക. ജേർണി ടു ഹാപ്പിനെസ് പോലുള്ള ക്ലാസ്സുകൾ ജോയിൻ ചെയ്ത് വെക്കുക. പിന്നെ പഠിക്കുക. ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. നിത്യജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഒരു കാര്യം പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ആദ്യം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാനായി തയ്യാറാവുക. അതിനുശേഷം അതിനുവേണ്ടി ആക്ഷൻ എടുക്കുക. 7 ദിവസത്തോളം കണ്ടിന്യൂസ് അത് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കതൊരു ഹാബിറ്റായി മാറും. ആ ഹാബിറ്റിനെ റിപ്പീറ്റഡായി 3 തവണ നിങ്ങൾ ചെയ്യുമ്പോൾ ദെൻ ഇറ്റ് ബിക്കമിങ് 7 ദിവസം 21 ദിവസം കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഹാബിറ്റായി മാറും. ആ ഹാബിറ്റ് നിങ്ങൾക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിനെ കണ്ടിന്യൂസ് പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും, ക്യാരക്ടറായി മാറും. ആ ക്യാരക്ടർ ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഗുണമുള്ളൂ. അല്ലെങ്കിൽ അതുവരെ നിങ്ങൾക്കത് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് നിർത്തി പോകുന്ന അവസ്ഥ വരും. അതുകൊണ്ട് കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്താൽ മതി. അങ്ങനെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് എല്ലാവരോടും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സോട് കഴിഞ്ഞു. ഞങ്ങൾക്ക് കുറച്ച് പേരെ ഹിപ്നോസിസ് ചെയ്യാനുണ്ട്. ഇവന്മാർ ഹിപ്നോസിസിന്റെ ആൾക്കാരൊക്കെ തയ്യാറായിരിക്കുന്നുണ്ട് അവിടെ. ഹിപ്നോസിസ്, ലോ ഓഫ് അട്രാക്ഷൻ. ഇന്നലെ ചില ബിരുദന്മാർ അതിനകത്ത് മുങ്ങി നടന്നു. ഇന്ന് അവരെ പിടിക്കും ഞാൻ. ഓക്കെ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. ഞങ്ങളുടെ കോഴ്സിനെ പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല. തൃശ്ശൂർ ബാക്കി എല്ലാവരും 11 മ്യൂസിക് അയച്ചു തരാമോ സാർ? എങ്ങനെ അയച്ചു തരും ഞാൻ? 11 മ്യൂസിക് അത് അയച്ചു തരാൻ നമ്മുടെ ആപ്പിൽ ഒരെണ്ണം ഉണ്ട്. എനിക്ക് അയച്ചു തരാനുള്ള കുറെ പരിമിതികളുണ്ട് അതിനകത്ത്. ഒന്നാമത് ഞാൻ അഫർമേഷൻ അത് മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ. ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ അയച്ചു തരാം. ഏതെങ്കിലും ഗ്രൂപ്പിൽ ഇട്ടുതരാം, മെമ്പേഴ്സ് ഗ്രൂപ്പിൽ ഇട്ടുതരാം കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ എല്ലാവർക്കും നന്ദി, താങ്ക് യു. മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിക്കാണ്ട് അൺമ്യൂട്ട് ചെയ്തോളൂ. 1 മിനിറ്റ് ആയിരിക്കും തരാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഞാൻ ഈ ചോദിക്കാറുണ്ടോ 1 മിനിറ്റ് തരാമെന്ന് പറയുന്നത് വേറൊന്നുമല്ല. ചില ആൾക്കാർ ഈ ക്ലാസ് കഴിഞ്ഞിട്ടായിട്ടാകുമ്പോഴേ ഒരു മിനിറ്റ് ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ
കോൾ വിളിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാൻ പറയും, സാറിനോട് 1 മിനിറ്റ് സംസാരിക്കട്ടെ എന്ന് പറയും. അപ്പൊ ഞാൻ ഫോൺ എടുക്കാൻ പറ്റില്ല എനിക്ക്, കാരണം അപ്പൊ മറ്റു തിരക്കിൽ പെടും. അപ്പൊ സംസാരിക്കാനുള്ളവർ ഇവിടെ 1 മിനിറ്റ് എടുത്ത് പെട്ടെന്ന് പറഞ്ഞോളൂ, കുറച്ചേ പറയാവൂ, സമയത്തിന് പറ്റും പറഞ്ഞോ. ഒരാൾക്ക് ആദ്യം സമയം തരാം. ആദ്യം ഒരു കാര്യം ചെയ്തോ, നമ്മുടെ പത്മിനി ശിവൻ സംസാരിക്കട്ടെ ആദ്യം. സാറേ, എന്റെ കൂടെ ഇരിക്കണത് എന്റെ അടുത്തുള്ള എന്റെ ബന്ധുവാണ്. എന്റെ വീടിന്റെ അടുത്തുള്ള ബന്ധുവാ. അത് തൃശ്ശൂര് പ്രോഗ്രാമിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓ, സന്തോഷം. ഞാനും. അടുത്തുള്ള ബന്ധു എന്ന് പറയുമ്പോ ബന്ധുവിന് എന്തായിരിക്കും പേര്? ബന്ധു എന്നാണോ മറ്റൊരു പേര്? രമണി സുകുമാരൻ. ഏതാ? രമണി സുകുമാരൻ. രമണി സുകുമാരൻ, വെൽക്കം ടു ഹാപ്പിനെസ് മാസ്റ്ററി ക്ലബ്ബ്. നിങ്ങളെ സ്വാഗതം ചെയ്തിരിക്കുന്നു. പത്മിനി അമ്മക്കൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ഇവിടെ വന്നതിന് ശേഷം എന്തൊക്കെയോ പഠിച്ചിട്ട്, അതുപോലെ നിങ്ങൾക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഓ, കാണാം അപ്പൊ നേരിട്ട് നമുക്ക് കേട്ടോ. വരുന്നുണ്ടല്ലേ? നേരിട്ട് കാണാം. താങ്ക് യു സാറേ. താങ്ക് യു. ഞാൻ പറഞ്ഞോട്ടെ. ഇനി നമുക്ക് 1 മിനിറ്റ് ഇനി ചന്ദ്രിക സംസാരിച്ചു. ചന്ദ്രിക. സാറേ, ഞാന് ഈ മെഡിറ്റേഷൻ ഉള്ള ആളായിരുന്നു സാറേ. സാറേ, എനിക്ക് മെഡിറ്റേഷൻ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അത് കിട്ടുന്നില്ല എനിക്കിപ്പം. കാലഹരണപ്പെട്ടു എന്ന് പറഞ്ഞ് കാണിക്കുവോ? എന്തിലാണ് ചന്ദ്രിക ഈ കാലഹരണപ്പെട്ടത്? സാറ് ഇതിനകത്ത് മെയിലിനകത്ത് ഇട്ട് തന്നായിരുന്നു. എന്താണ് സാധനം? 7 ചക്ര 7 എലിമെന്റ്സ് മെഡിറ്റേഷന്. 7 എലിമെന്റ്സ് മെഡിറ്റേഷൻ എവിടെന്നാ കാലഹരണപ്പെട്ടത്? മെയിലിനകത്ത് ഇപ്പം എടുക്കാൻ നോക്കുന്നുണ്ടെ അത് അതില്ലല്ലോ. മെയിലുണ്ടോ? മെയിൽ അന്നേരം വന്നതേ ഉള്ളൂ. മെയിൽ ആർക്കാണ്? മെയിലില് ഞാൻ ഒരു 7 ചക്രയും കൊടുത്തിട്ടില്ലല്ലോ. ആപ്പിലല്ലേ കൊടുത്തത്? മെയിൽ ഐ ഡിയിൽ എനിക്ക് ഇട്ട് തന്നായിരുന്നു സാറേ. മെയിൽ ഐ ഡിയിൽ ഇട്ട് തന്നത് വർക്ക് ചെയ്യില്ല. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആപ്പിനകത്ത് കിട്ടും. ഓ, ഏതാ അപ്പൊ സാറേ? അത് അന്നേരം തന്നെ കൃത്യമായി ആ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇമെയിൽ എനിക്ക് ഓർമ്മയുണ്ട്, ചന്ദ്രയ്ക്ക് ഒരു 5 പ്രാവശ്യം ഞാൻ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ആകെ 7 ചക്ര മാത്രമേ നമ്മുടെ ആപ്പിലുള്ളൂ, വേറെ കോഴ്സുകളൊന്നും ഇല്ലേ? 2020 ഉണ്ട്. 2020 മെഡിറ്റേഷൻ അല്ലാതെ വേറെ കോഴ്സുകളൊന്നും ഇല്ലേ? ഇല്ല. അപ്പൊ 2020 എങ്ങനെ കിട്ടുന്നത് ഇപ്പൊ? അത് കിട്ടുന്നുണ്ട്, മറ്റേത് കിട്ടുന്നില്ല. അത് ഡേറ്റ് 30 ഡേയ്സ് കഴിഞ്ഞോ? കഴിഞ്ഞു. 30 ഡേയ്സ് ആകുമ്പോൾ എക്സ്പയർ ആവും. ഓക്കെ, ഞാൻ നോക്കാം, ഒന്നുകൂടി ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം കേട്ടോ. അതന്നെ, മെയിലല്ല അത് വരുന്നത്, ആപ്പിലാണ്. നിങ്ങൾ ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? ഉണ്ട്. അപ്പൊ പിന്നെ മെയിലാന്ന് പറഞ്ഞ എന്തിനോട്? ആപ്പല്ലേ? ഓക്കെ, ആപ്പിൽ നോക്കോളൂ, ഞാൻ ആക്ടിവേറ്റ് ചെയ്തത്. ചന്ദ്രിക അല്ലേ? ഓക്കെ, ശരി. ഓക്കെ, നെക്സ്റ്റ് സംസാരിച്ച എച്ച് എ ക്രിയേഷൻസ് പറയൂ. എച്ച് എ ക്രിയേഷൻസ്. സാറ്, ഞാൻ ഹേമയാ സാറേ. അന്ന് സംസാരിച്ചപ്പോഴ് ഹസ്ബൻഡിന് വന്നപ്പോഴത്തെ താമസിച്ചു പോയി സാറേ. ഒന്ന് സാറുമായിട്ട് ഒന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. ഗുഡ് ഈവനിങ് സർ. നമസ്കാരം. യു ആർ സോ ലക്കി. താങ്ക് യു വെരി മച്ച് സർ. ബിക്കോസ് ഞാൻ നിങ്ങൾ ലക്കി എന്ന് പറഞ്ഞ നിങ്ങൾ നല്ല വളക്ക് എന്താ പറയാ, ചുറുചുറുക്കുള്ള 2 പിള്ളേർ അച്ഛനായതിനാ ഞാൻ ലക്കി എന്ന് പറഞ്ഞിട്ട്. താങ്ക് യു വെരി മച്ച്. എനിക്ക് എന്റെ രണ്ടുപേരെയും ഭയങ്കര നന്നായി ഇഷ്ടപ്പെട്ടു. നല്ല പിള്ളേർ. താങ്ക് യു. ഇപ്പൊ അല്ല, നിങ്ങൾ ഗൾഫിലല്ലേ? അല്ല സർ, ഞാൻ സർവീസിലായിരുന്നു സർ, ആർമിയിലായിരുന്നു. ഇപ്പൊ റിട്ടയർഡ് ആയിട്ട് ഇപ്പം സ്റ്റേറ്റിലൊരു വർക്ക് ചെയ്യുന്നു. ആർമിയിലാന്ന് പറഞ്ഞു, ഞാൻ മറന്നുപോയി പറഞ്ഞത്. വെരി ഗുഡ്, താങ്ക് യു. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരുന്ന് ക്ലാസ് കേൾക്കുന്നത് വളരെ സന്തോഷം. ആ പോസിറ്റീവ്നെസ് അവരിലേക്ക് എത്തട്ടെ. അവരിൽ വലിയ, ഞാൻ നേരത്തെ പറയായിരുന്നു, അവനെ പേര് പെട്ടെന്ന് വിട്ടുപോയി ഞാൻ. രണ്ടാമത്തെ പേര് ആദിത്യൻ നമുക്ക് കേരളത്തിന് തന്നെ ഒരു ആദിത്യനായി മാറട്ടെ എന്നുള്ള പ്രതീക്ഷയാണ് അവന്റെ. അത്രയും കണ്ട് അവനില് എന്നെ ഒന്ന് കാണോ, ഞാൻ എപ്പോഴും ഉണ്ട് നിങ്ങളെ കൂടെ. നിങ്ങളെപ്പോഴും ഉണ്ടാവട്ടെ. സന്തോഷം. താങ്ക് യു. ഈ ഹേമന് സോറി സാറിന്റെ പേര് പറഞ്ഞു, എന്താണ്? ജയകുമാർ സർ. ജയകുമാർ സാർ, ഈ ഹേമ മാഡത്തിനെ കുറച്ച് ശ്രദ്ധിച്ചോട്ടോ. എനിക്കറിയാം സാറേ. ഞാൻ നെഗറ്റീവ് ആണെന്ന് സാറിനെക്കാട്ടി മുന്നേ എപ്പോഴും ഇവിടെ പറയും. ഞാൻ പറഞ്ഞിട്ടില്ല.
അല്ല അധികമില്ല സാർ, ഒരു ചെറിയ അല്ല ഇതേ ഉള്ളൂ. എന്നോട് അല്ല അത് നമുക്ക് എന്നോട് മാറ്റി. എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാണ് സാറേ ഞാൻ നെഗറ്റീവ്. ഞാൻ പറഞ്ഞില്ല നിങ്ങൾ നെഗറ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. 2 പിള്ളേരും പറഞ്ഞിട്ടില്ല. പക്ഷെ പിന്നെയും ഞാൻ നെഗറ്റീവാണ്, ഞാൻ എന്നിട്ട് സ്വയം പറയുകയാണ്. ഞാൻ പറഞ്ഞു നിങ്ങളത് നിർത്തിക്കോ, അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞു ഇപ്പൊ. സാർ ഓക്കെ, ശരി ശരി ശരി, താങ്ക് യു താങ്ക് യു. ആ ഇനി ആരാ? ജ്യോതി ആർ പറഞ്ഞു. സാർ എനിക്ക് ഇന്നൊരു വലിയ അനുഭവം ഉണ്ടായി. കാരണം ഞാൻ 3 മണിക്ക് എഴുന്നേറ്റ് പിന്നെ മെഡിറ്റേഷനും ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലാ. അപ്പൊ ഞാനൊരു സ്കൂൾ അധ്യാപികയും കൂടാ. അപ്പം ഒരു 3 മണി തൊട്ട് 4:30 വരെ ഒക്കെ ആയപ്പോഴേ ആരും എഴുന്നേൽക്കുന്നുമില്ല, എല്ലാം നിശ്ചലവാ. അപ്പൊ എനിക്ക് ചെറിയ മയക്കം വന്നു. ഞാൻ വിചാരിച്ചു സാറിന്റെ പിന്നെ 5:30 ആണല്ലോ ലൈവ് മെഡിറ്റേഷൻ. ഞാൻ ബെഡിൽ വന്ന് കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. ഒരു 5:30 ആയപ്പോ എൻ്റെ മൊബൈലിൽ കൂടെ ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ ഗുരുവായൂരപ്പാന്ന് എവിടുന്ന് വന്നതാണെന്ന് എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞപ്പോഴേ സാറ് പറയുന്നു നമുക്ക് ഇന്ന് കണ്ണടച്ചിരുന്ന് ധ്യാനിക്കാമെന്ന്. ഉണർത്തി എന്നെ. ആരാണെന്ന് എനിക്കറിയത്തില്ല. പല അത്ഭുതങ്ങളും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് ജീവിതത്തില്. എനിക്കറിയില്ല ആരാണെന്ന്. ഒരു നേരമെങ്കിലും കാണാതെ പോയി നമ്മൾ മെഡിറ്റേഷനിൽ വെച്ച പാട്ടാ രാവിലത്തെ, ഇന്ന് രാവിലെ. അത് ഉണർത്തിയല്ലോ ആ ഓക്കെ. സമയത്ത്. അതെങ്ങനെ ഓണായപ്പോ? എനിക്കറിയില്ല, എങ്ങനെ ഓണായെന്നും അറിയത്തില്ല, എങ്ങനെ സംഭവിച്ചു എന്നും എനിക്കറിയത്തില്ല. അവന്റെ ലീലാവിലാസങ്ങൾ അത്ര തന്നെ. ഇന്ന് അത്ര ആദ്യമായിട്ടാണ് തന്നെ. കുറെ കാലത്തിന് അതുപോലെ ശേഷം തന്നെ ഇന്നാണ് ഞാൻ ഗുരുവായൂരപ്പോ സ്തുതി വെച്ചത് രാവിലെ മെഡിറ്റേഷൻ സമയത്ത്. ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട് തൊട്ട് മുന്നിൽ തന്നെ. അതുപോലെ തന്നെ അടുത്ത അനുഭവം, ഒരു KSFE മൾട്ടി ഡിവിഷണൽ ചിട്ടി ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ മുമ്പിൽ ഇരുന്ന ഒരു അമ്മ കയറിയിരുന്നു. അവര് തന്നെ നേരിട്ട് വന്നവരെടുക്കാൻ പറഞ്ഞ് അവരെടുത്തു. അവരുടേത് അവർക്ക് തന്നെ കിട്ടി. രണ്ടാമത് ഞാൻ കയറിയിരുന്നപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു നീ ഇതേ തൊടരുത്. എൻ്റെ മനസ്സ് പറഞ്ഞു നിന്റെ നാരായണസ്വാമി തന്നെ വന്ന് ഇതെടുക്കുമെന്ന്. എൻ്റെ മനസ്സാണ് പറഞ്ഞത്, പക്ഷെ ഞാൻ അതെടുത്തു എനിക്ക് തന്നെ. എന്താ സംഭവിച്ചെന്നും എനിക്കറിയില്ല. അങ്ങനെ അത്ഭുതങ്ങൾ ഇനിയും എല്ലാവർക്കും സംഭവിക്കുമാറാവട്ടെ. അവരിലേക്ക് എല്ലാവർക്കും എല്ലാ സർവീശ്വരർക്ക് കൃപാ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ശുഭരാത്രി, ശുഭനിദ്ര. താങ്ക് യു.